പരിപ്പ് വെച്ച് ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ആട്ടോ. ടേസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയും ഇല്ല കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിന്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നതിന് മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിലൊന്ന് കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ ഒരു കുക്കർ ഒന്ന് എടുത്തു വെച്ച് അതിലേക്ക് 1 കപ്പ് തുവരപ്പരിപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കണം കേട്ടോ. അത് 3 തന്നെ എടുക്കണം. അതിന്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയാട്ടോ ചേർക്കുന്നത്. ഈ സാമ്പാർ പൊടി രസത്തിന്റെ കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അത്യാവശ്യം ഒരു 1.5 കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇതൊക്കെ മുങ്ങാൻ പാകത്തിന് വെള്ളം ചേർക്കണം. ഇനി ഈ കുക്കർ ഒന്ന് മൂടി വെച്ച് ഒരു 4 വിസിൽ കേൾക്കുന്നവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഈ പരിപ്പൊക്കെ നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞു വരണം കേട്ടോ. അതുവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം. ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്കൊരു മസാല ഒന്ന് തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ 2 ചേർക്കാം, ചെറുതാണെങ്കിൽ ഒരു 5 വരെ ചേർക്കാം കേട്ടോ. കൂടി ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് അങ്ങ് ക്രഷ് ആക്കി എടുക്കാട്ടോ. ഇതുപോലെ അങ്ങ് ക്രഷ് ചെയ്ത് എടുത്തങ്ങോട്ട് മാറ്റി വെക്കാം. നമ്മുടെ കുക്കറിൽ 4 വിസിലൊക്കെ കേട്ട് സ്റ്റീമൊക്കെ പോയിരിക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മൾ ഇട്ടുകൊടുത്ത പരിപ്പും തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു സ്മാഷർ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചോ ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ അങ്ങ് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം വീണ്ടും ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിയൊരു നെല്ലിക്ക സൈസിലുള്ള പുളി എടുത്ത് അതിന്റെ നീരെടുത്തതാ കേട്ടോ. അതും ചേർത്ത് കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ലൂസായി ഇരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഈ പരിപ്പൊക്കെ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ ഇത് കുറുകി പോകും. അപ്പൊ അത്യാവശ്യം നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സ് ആക്കി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്ത് ഇതൊന്നങ്ങ് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാട്ടോ. ഇപ്പോ ഇതൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്ക് അരച്ച് മാറ്റി വെച്ച് ആ മിക്സും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് തിളച്ചു വരും കേട്ടോ. ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതിയാവും. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു രസമാട്ടോ. ഇതുപോലെ ഇനി രസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് താളിപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൂടെ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ച് ഒരു വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കി നമ്മുടെ രസത്തിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഇതിന്റെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണേ. ഇനി നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ ഈ രസം. അതിന് ഒരു സംശയമില്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാട്ടോ ഇത്.